10 രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് 9 രൂപയ്ക്ക് സെയിൽ ചെയ്യാം. ആ കച്ചവടം നഷ്ടക്കച്ചവടമല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ സർക്കാർ അങ്ങനെ ഒരു കച്ചവടം ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ആ കച്ചവടമാണ് ഡീസൽ, പെട്രോൾ, ഗ്യാസൊക്കെ. കഴിഞ്ഞ മാർച്ച് 7 തോന്നുന്നുണ്ട് ഗ്യാസിനൊരു 60 രൂപ കൂടി. അന്ന് പല മീഡിയക്കാരും പല മാധ്യമങ്ങൾ ഒരു ഇത് കൊടുത്തിരുന്നു, സർക്കാരിൻ്റെ ഇരുട്ടടി ഇറങ്ങാണ്ട് കുറച്ചെങ്കിലും അരിഭക്ഷണം കഴിക്കണ ആർക്കും മനസ്സിലാവും. അത് വേൾഡിൽ റേറ്റ് കൂടിയ സാധനമാണിത്. ഇതൊന്നും ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന സാധനമല്ലല്ലോ, പുറത്തുനിന്ന് വരുന്ന സാധനമാണ്. ഡീസലാണെങ്കിലും പെട്രോൾ ആണെങ്കിലും ഗ്യാസ് ആണെങ്കിലും ഒക്കെ പുറത്തുനിന്ന് വരുന്ന സാധനമാണ്. അപ്പോൾ അവിടെ ഹൈ പ്രൈസിൽ നിൽക്കുന്ന ഒരു സാധനം എങ്ങനെ നമുക്കത് ലോ പ്രൈസിൽ കൊടുക്കാൻ പറ്റണം? ഇന്ന് പെട്രോളിന് ഏകദേശം ഒരു 30-35%, ഡീസലിന് 70% വരെ റേറ്റിൻ്റെ ഡിഫറൻറ്റ് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ, കേരളത്തിലൊക്കെ ആ പഴയ പ്രൈസിലാണ് ഇപ്പോഴും അത് മുന്നോട്ട് പോകുന്നത്. സർക്കാരിൻ്റെ മികവാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സർക്കാരിൻ്റെ മികവൊന്നുമല്ല, ഒരു ഇലക്ഷൻ വരികയാണ്, ഇപ്പോൾ ഒരു റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ അത് സർക്കാരിനെ ബാധിക്കും. 60 രൂപ ഗ്യാസിന് കൂട്ടിയപ്പോൾ അത് ഇരുട്ടടിയാണെന്ന് പറഞ്ഞ ആളുകളാണ്. ഇരുട്ടടി കാണാൻ ഇരിക്കണേ ഉള്ളൂ. ഈ ഇലക്ഷൻ എന്നാണ് കഴിഞ്ഞോട്ടെ. ഡീസൽ, പെട്രോൾ, ഗ്യാസ് ഹൈ പ്രൈസിലേക്കാണ് പോണത്. ഇപ്പോൾ ഉള്ളൊരവസ്ഥ തുടർന്ന് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാസൊക്കെ ഇതിൻ്റെ ഇരട്ടി വിലയിലേക്ക് പോകും. ഡീസൽ, പെട്രോളൊക്കെ ഒരു 50-60 രൂപയും ഡീസലിന് ഏകദേശം ഒരു 80-90 രൂപയും കൂടാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇപ്പോൾ കൂട്ടാത്തത് ഒരു ഇലക്ഷൻ മുന്നിൽ കണ്ടതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ സർക്കാർ നമ്മളോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരണ്ട എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. ഒരു ഇലക്ഷൻ വരുമ്പോൾ അതിൽ പ്രൈസിൽ എന്തെങ്കിലും വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ അത് സർക്കാരിനെ ബാധിക്കും. അത് ഭരണം മാറണോ അല്ലെങ്കിൽ തുടർ ഭരണത്തിനോ ഒന്നും ഇതായിട്ടല്ല. ഏത് സർക്കാരാണെങ്കിലും 10 റുപ്യക്ക് മേടിക്കുന്ന സാധനം 9 രൂപക്ക് കൊടുക്കാൻ കഴിയൂല. കാരണം ഇന്ന് ആദ്യ കാലങ്ങളിലൊക്കെ ഗൾഫ് രാജ്യങ്ങളിൽ വെള്ളത്തിന് ഏറ്റവും കൂടുതൽ പ്രൈസ്. പെട്രോൾ, ഡീസലൊക്കെ, ഗ്യാസൊക്കെ ചെറിയ പ്രൈസേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അവിടെ വരെ, ഗൾഫ് നാടുകളിൽ വരെ നമ്മുടെ ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 150-160 രൂപേൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇതൊക്കെ ലിറ്ററിന് കണക്കിന്. ഗ്യാസൊക്കെ ഏകദേശം ഒരു 1500 രൂപേൻ്റെ അടുത്ത് അവിടെ തന്നെ പ്രൈസാണ്. ആ സാധനമാണ് അവിടുന്ന് കൊടുന്ന് ഇവിടെ നമ്മൾ ചെറിയ പ്രൈസിന് കൊടുക്കുന്നത്. എന്തെങ്കിലും ഒരു പ്രൈസ് വേരിയേഷനൊക്കെ വരുമ്പോൾ അത് സർക്കാരിൻ്റെ ഇരുട്ടടിയൊന്നുമല്ല. സർക്കാർ ഏതോ ആയിക്കോട്ടെ, പക്ഷെ സർക്കാർ ഈ ചെയ്യണത് അതാത് സമയങ്ങളിൽ റേറ്റ് അപ്ഡേറ്റ് ചെയ്യണില്ല. അതിപ്പോൾ ഈ ഇലക്ഷൻ ഉള്ളതുകൊണ്ടാണ്. നല്ലൊരു സർക്കാരും ജനങ്ങളെ സ്നേഹിക്കുന്ന സർക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്കറിയാമല്ലോ, ഒരുവിധമുള്ള ആളുകൾക്കൊക്കെ അറിയാം ഇത് വേൾഡ് മാർക്കറ്റിൽ ഹൈ പ്രൈസിനുള്ള സാധനമാണ്, അവിടുന്ന് വന്നിട്ട് വേണം നമുക്കിവിടെ നമ്മുടെ നാട്ടിൽ സപ്ലൈ ചെയ്യാൻ. അപ്പോൾ അവിടുന്ന് എന്തായാലും ഒരു പ്രൈസിന് മേടിച്ചിട്ട് അതിൽ കുറഞ്ഞ റേറ്റിന് ഇവിടെ സെയിൽ ചെയ്യാൻ പറ്റില്ല. മിനിമം ആ പർച്ചേസ് ചെയ്യുന്ന റേറ്റിന് ഓക്കെ, പർച്ചേസ് ചെയ്യുക, അത് ട്രാൻസ്പോർട്ട് ചെയ്യുക, എന്തെല്ലാം റേറ്റുകളും കാര്യങ്ങളൊക്കെ ഡിഫറൻറ്റ് വരുന്നുണ്ട്. എന്നിട്ട് ആ സാധനം ലോകത്ത് എവിടെ ഇല്ലാത്തൊരു പ്രൈസിനാണ് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് സർക്കാരിൻ്റെ മികവൊന്നുമല്ല, ഇലക്ഷൻ മുന്നേ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇലക്ഷന് ഒരു കുറ്റപ്പെടുത്തലില്ല. സാധാരണക്കാരായാലും ഇനി ഏത് വിധത്തിലുള്ള ആളുകളായാലും ശരി, ഇലക്ഷൻ കഴിയുന്നതോടുകൂടി ഈ വിധ സാധനങ്ങൾക്കൊക്കെ റേറ്റ് കൂടും. നിത്യ ഉപയോഗ പരിപാടികളിലൊക്കെ അതിൻ്റെ ഡിഫറൻറ്റ് കാണും. എല്ലാവിധ മേഖലയിലും നല്ല വേരിയേഷൻ വരും. ഗ്യാസ്, പെട്രോള്, ഡീസലൊക്കെ വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ മാറ്റം വരുന്ന ഒരു കാര്യമാണ്. ഡീസലിന് വില കൂടിയാൽ സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചാർജ് കൂടും, സാധനങ്ങൾ എത്താൻ കൂടും. അങ്ങനെ ഓരോന്ന് ബാക്ക് നോക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ കണ്ണിയായിട്ട് കിടക്കുന്ന ഒരു സംഗതികളാണിത്. ഗ്യാസിന് കൂടിക്കഴിഞ്ഞാൽ ഹോട്ടലുകൾ ഫുഡിന് റേറ്റ് കൂടും, സാധനങ്ങൾ വരുന്നവർക്കും വേണ്ട ട്രാൻസ്പോർട്ട് ചാർജ് അവിടെ റേറ്റ് കൂടും. അപ്പോൾ ചെറിയ പ്രൈസിൻ്റെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. ഗ്യാസ്, ഡീസൽ, പെട്രോള് പ്രശ്നങ്ങൾ നടക്കണ അവിടെ അല്ലേ, നമുക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് എന്താ പ്രശ്നം എന്നുള്ളത് ഈ നിലയിലാണ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മാസം, ഈ ഏപ്രിൽ മാസം ഉണ്ടല്ലോ, ഈ മാസത്തോടു കൂടി നമുക്ക് ഏകദേശമൊക്കെ ഒരു തീരുമാനം അറിയാൻ കഴിയും. ഓക്കെ, താങ്ക് യു.